സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു ജാമ്യം എടുക്കുകയാണ്. ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കാണും, അതുകൊണ്ട് കഴിവതും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലമ്പൂർ MLA ആയ PV അൻവർ MLAയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ മുൻ SP ആയിട്ടുള്ള സുജിത് ദാസുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം, 2 ഘട്ടങ്ങളിലായിട്ടുള്ള ഫോൺ സംഭാഷണം, വലിയ നല്ല രീതിയിലുള്ള ലെങ്ത് ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ സംഭാഷണം നിങ്ങൾ കേൾക്കണം. ആ ഒരു ലീക്കാക്കിയ ആ ഒരു സംഭാഷണം നിങ്ങൾ കേൾക്കണം. നമ്മുടെ സമൂഹം, കേരള സമൂഹം കേൾക്കേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള ഒരു റെക്കോർഡാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഒരു ജാമ്യം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഇതിൽ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പ് കൈക്കൾ നീക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലേക്ക് കരുക്കൾ നീക്കുന്ന തലം നമ്മൾ കണ്ടുകൊണ്ട് പോവുകയാണ്. അതിന്റെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ പിണറായി സർക്കാരിന്റെ 2ാം ടേമിൽ നടന്നിട്ടുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം അത് ജനങ്ങളും സർക്കാരുമായിട്ടുള്ള വിയോജിപ്പുകൾ വരുത്തിയെടുത്തതിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ഈ റെക്കോർഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായം, മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പോലീസ് വിഭാഗം പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ല, ആ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രൂപീകരിച്ചെടുക്കുന്ന ഒരു തലം പോലീസ് വിഭാഗം ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം യുവാവിനെ കസ്റ്റഡി കൊലപാതകം ചെയ്ത ഒരു വിഷയം കയറി വരാൻ വളരെയധികം ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു റെക്കോർഡാണിത്. അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസത്തിനോടനുബന്ധിച്ച് വന്നിരുന്ന തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ നമ്മുടെ കേരള പോലീസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ എല്ലാം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന തലത്തിലുള്ള ഒരു റെക്കോർഡാണ് ഞാൻ ഈ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഈ രീതിയിൽ പെരുമാറുന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇത്. എന്നാലും PV അൻവർ MLA വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ തന്നിരിക്കുന്നത്. എന്തായാലും ഇതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് വൈകാതെ തന്നെ ലെങ്ത് കൂടാതിരിക്കാൻ നമുക്ക് ആ ഒരു 2 റെക്കോർഡിലേക്ക്, 2 ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചിരിക്കുന്ന ഈ 2 റെക്കോർഡുകളിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളിത് ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മുടെ കേരള സമൂഹത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത്. ചെറിയ സൗന്ദര്യ പിണക്കത്തിലൊക്കെ തുടങ്ങിയത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റുക എന്നുള്ള മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും കാണുക. ആ റെക്കോർഡിലേക്ക് പോകാം. ഞാൻ പഴയ മലപ്പുറം SP ആണ്. നമസ്കാരം. എന്തുണ്ട് എന്റെ നല്ല ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്പായിട്ടിരിക്കണം. നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനൊക്കെ കുറച്ച് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്നെ വിളിച്ചിരുന്നോ? ഇത് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു. പക്ഷെ MLA നിങ്ങൾക്ക് അറിയില്ലേ, 3 വർഷം ഞാൻ പാർട്ടിയുടെ MLA-മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ്. പക്ഷെ പോലീസിന്റെ ജോലി, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും. അല്ല, നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്കാരോട് MLA-മാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ഇല്ല MLA, എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം. അതായത് ഈ പറയുന്ന SP ഞാനൊരു ചെറുപ്പക്കാരനാണ്. എനിക്കന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 31 വയസ്സേ ഉള്ളൂ. ഞാൻ അവിടെ ചെയ്ത ജോലി 55-ാമത്തെ 56-ാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും DYSP-മാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അൽമാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും, കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട്. അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള്. അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക. നിങ്ങളെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ്. അല്ല SP, അതിലിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാണ് ഇപ്പൊ സുജിത് SPനെതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്?
എന്റെ MLA ഇങ്ങള് അറിയാലോ, കുറച്ചു പേര് നമ്മൾ ആ കസ്റ്റഡിയിൽ എത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ MLA ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കുറെ പേര് കൂടി, ശശി കുണ്ട്രക്കാട് അങ്ങനെ കുറച്ച് എണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 1 കസ്റ്റഡിയുടെ അടുത്ത് ഉണ്ടായത് ആ CBI കേസിന്റെ. എന്റെ വിഷയം എന്താണെന്നറിയോ ഇതില്? എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും MLA-മാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ്, മനസ്സിലായോ? എല്ലാവരോടും ഒരേ, അതായത് ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ്. ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത്. 5 സെന്റ് സ്ഥലത്ത് ഈ IPS അസോസിയേഷൻ, ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് പറയുന്നൊന്നും തോന്നരുത്, ഞാനൊന്ന് പറഞ്ഞോളൂ. MLA പറഞ്ഞ വളരെ ഈ IPS അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാനത് 100% MLA-യുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ MLA-ക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് എസ്ഐയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് MLA തന്നു. MLA ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അല്ല, ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല. നമ്മളതിൽ അദ്ദേഹം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല 8 മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങൾ പോയിട്ട്. ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും TV-യിലൊക്കെ വന്നിട്ടുള്ളത്. ഈ അദ്ദേഹം വരെ ആ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയേണ്ടത്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ. ഈ 10,2,500 കിലോ ഉള്ള സാധനം ഒരാൾക്കും 2ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത്ത് SP-ക്കും അറിയാലോ. ഇത്രയും വലിയ ഒരു കളവ്, ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അയാളെ പോലീസിങ്ങിൻ്റെ ഫെയിലിയർ അല്ലേ? അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ. അപ്പം അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസർ, വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ. ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ, അദ്ദേഹം താമസിക്കുന്ന വീടാണിത്, മുമ്പ് സുജിത്ത് SP താമസിച്ച വീട്, ഈ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിന് അതിനൊരു അന്വേഷണം നടത്തി റിപ്ലൈയെങ്കിലും കൊടുക്കണ്ടേ? MLA ഞാനൊരു കാര്യം പറയട്ടെ, ഇത് യഥാർത്ഥത്തില് MLA-നെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാര് എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്, ചൂഷണം ചെയ്തതാണ്. ഇവര് ഈ ശ്രീജിത്ത് എസ് എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവരൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ്. ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണിത് വലിച്ചടിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം, എനിക്കത് ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ. 56,000 രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക്, അതെല്ലാം തെറ്റാണ്. അതെല്ലാം MLA-നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് MLA എന്നെ വിശ്വസിക്കണം. അല്ല, ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു, അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ 56,000 രൂപ SP കോമ്പൗണ്ടിൽ നിന്ന് ഒരു തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ MLA അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത് കാലഘട്ടം അറിയില്ല. എന്തായാലും സോഷ്യൽ ഫോറസ്റ്റ് പിന്നെ ഈ 56,000 അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു രീതി അറിയണല്ലോ. ഈ 56,000-ന്റെ തേക്ക് പിന്നെ 20,000-ന് എങ്ങനെയാ വെക്കുന്നത് SP? MLA അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണ്. അത് തെറ്റായിട്ട് എന്നിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഫസ്റ്റ് ലേലം എടുത്തു, സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല, തേർഡ് ലേലം എടുത്തു. അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ്. ഭഗവാൻ സത്യം, ഭഗവാൻ എന്നല്ല, എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ, സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്നൊരു സാധനമാണ്. ഇയാളോടുള്ള ദേഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിപ്പോ നേർക്ക് നേരെ പറയാണല്ലോ നമ്മള്. പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്നത് എന്താ സംഭവം? എന്റെ ദൈവമേ, അതിനകത്ത് ഇവന്മാര് ഈ പറയുന്ന ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ, നിലമ്പൂരുള്ള ഡ്രൈവർമാരുണ്ടല്ലോ, ആ 8 പോലീസ് സ്റ്റേഷനിലുള്ളവര്, അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള, അത് എടക്കര, പോത്തുകല്ല്, ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു. അപ്പം ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ, പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. അല്ല, അപ്പൊ അങ്ങനെ മഹാഗണി അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടില്ല.
കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് അല്ല, കൊമ്പല്ല, മരം. അതായത് ഞാൻ മനസ്സിലാക്കിയത് മരം ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. ഒരു മരം, അതായത് സാധാരണ ഒരു മരം തന്നെ 2 ശിഖരമായിട്ട് മരമായി വളരുമല്ലോ, ഒരു വി ഷേപ്പില്. അതിലൊരു ഒരു 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 അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത്. തെറ്റാണ്. അതിന്റെ കൊമ്പുകൾ, വീടിന്റെ മേളിലോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത്. അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകളുണ്ട്. അല്ല, ആ പേപ്പർ പിന്നീട് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോലെ ഗവൺമെന്റിന്റെ എല്ലാത്തിലും ഒരു രജിസ്റ്റർ. അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ അൻവർ MLA ക്ക് ഞാൻ എന്റെ പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം. നാളെ ആരെക്കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ. ആയിക്കോട്ടെ, അതൊന്നും വേണം എനിക്ക്. പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മളിത് ഒരു പറ്റീഷൻ കൊടുത്താൽ ഇന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്കത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതിന് ആൻസറബിൾ ആണ്. സാധനങ്ങളെല്ലാം കൂടെ ഞാനിപ്പം ആ സാധനങ്ങളെല്ലാം ഞാൻ MLA ക്ക് വാട്സപ്പ് ചെയ്ത് തരട്ടെ. ഓ, വാട്സപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അല്ല, ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ ഈ എന്താ പറയാ, നിഷ എന്ന് പറഞ്ഞ പോലീസുകാരിയായിരുന്നല്ലോ പരാതി കൊടുത്തു പറഞ്ഞ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച ആവശ്യമില്ല. പക്ഷെ അന്ന് സുജിത് SP എനിക്ക് തന്നിരുന്ന വാക്ക്, അവർക്ക് കൊടുത്തിരുന്ന വാക്ക് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. അത് വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി, ഒരു MLA, ഞാൻ പോട്ടെ, ഒരു MLA നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത്. നമ്മളത് സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ലേഡിയുടെ, ആ പോലീസുകാരത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അതേ പോസ്റ്റിംഗ് കൊടുക്കണം. അത് കൊടുക്കാന്ന് SP എന്നോട് വാക്ക് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ. MLA ഞാൻ അവരെ റെസ്ട്രേറ്റ് ചെയ്തു. എനിക്ക് ആസ് എൻ SP എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ? അവര് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ തന്നെ ഞാൻ കൊടുത്തു. അവരുടെ നമ്മളന്ന് പറഞ്ഞ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, വിജിലൻസ് SP അല്ലല്ലോ. അല്ലല്ല, അന്നത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുമെന്ന് നിങ്ങളന്ന് വാക്ക് പാലിച്ചില്ല. എനിക്കത് വളരെ മോശമായി. കാരണം എന്തിന് അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി അല്ല, ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ അവർക്ക് വാക്ക് കൊടുത്ത് SP എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നത് സ്വാഭാവികം. ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുക, ശത്രുവാണെങ്കിലും സഹായിക്കുന്ന, അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വാക്ക് പാലിച്ചില്ല SP എന്ന്. എന്റെ MLA ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്റെ ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ, അതായത് അവരുടെ വീട് കോട്ടയം. അവരുടെ ആവശ്യം അതായിരുന്നല്ലോ SP, നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവർ പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ, അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല. ഹലോ, ഇവിടെ കോള് കയറി, എനിക്ക് കോള് കയറി, കട്ട് ചെയ്ത. അപ്പോ അവരുടെ PR ഉള്ളപ്പോ PR തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ. ആ PR തീരാന്നതിന് മുമ്പ് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയില്ലേ? ഞാന് ഈ കാര്യം ഒറ്റ മാസം കൊണ്ടല്ലേ പോയുള്ളൂ. എന്തോ ആവട്ടെ, അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല. വാക്ക് പാലിച്ചില്ല. നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി. കാരണം അന്ന് തന്നെ അവർ പറഞ്ഞാണ്. അല്ല, ഞാൻ പറയട്ടെ, അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം MLA നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും, അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ MLA ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനല്ല പറയുന്നത്, ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല. നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങളെ കാര്യം നടത്തിപ്പോയി. അതാണ് അതിലുണ്ടായത്. അയ്യോ, അങ്ങനെ പറയരുത്, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന വാക്കാണ്. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാനത് MLA സംസാരിക്കുന്നത് ഞാൻ നവംബർ തുടക്കത്തിലാണ്, അല്ല ഒക്ടോബർ അവസാനത്തില്. നവംബർ 13 ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. നമ്മൾ സംസാരിച്ചിട്ട് 2 ആഴ്ച കൂടി ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി. എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക, അത് 2 ഞാൻ ചെയ്തു. ആ സമയത്ത് അവരുടെ PR-ന് മെമ്മോ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ. എൻക്വയറി തീരണ MLA-ക്ക് അറിയാം എങ്ങനെ പോയാലും 2 മാസം എടുക്കുമെന്ന്. അതിന് മുമ്പേ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയ ആളാണ് ഞാൻ. ആ എൻക്വയറി ഒക്കെ 2 ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നതല്ലാതെ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും MLA എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു നടക്കുക. എനിക്കിതിന് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചല്ലേ നമ്മൾ ചെയ്ത തെറ്റ്. അയ്യോ, അങ്ങനെ പറയുന്നത് MLA. ഞാൻ MLA ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ MLA നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത്. നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ. ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ 3 വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടില്ലല്ലോ. MLA ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പം MLA ഇത് കൊടുത്തെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തോടെ വിളിച്ചാണ്. അല്ല, നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അയക്കൂ. ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയത് വിവരങ്ങൾ തെറ്റാണെങ്കിൽ ഞാനിപ്പം MLAക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഓർഡേഴ്സ്. ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്നും, കാരണം ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ്. ഞാനിപ്പോ ഒരു മനസ്സമാനമായിട്ട് ഇവിടെ ഇരിക്കുക, എന്നെ ഒന്ന് സഹായിക്കണം. ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം. അതാണ് എന്റെ റിക്വസ്റ്റ്. അല്ല, അത് ഞാൻ നോക്കാം. അതിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് സ്റ്റാൻഡ് ചെയ്യാൻ എടുക്കും. ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ MLAക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ. ഹലോ, നമസ്കാരം. കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. ഇന്നലെ കുറച്ച് കൊച്ചു അടുത്ത് കിടന്നോണ്ട് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പറ്റാതെ പോയി. ശരി. ഇപ്പൊ വേറെന്താ വിശേഷം? ഹലോ ഹലോ, MLA കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ഞാൻ ഇന്നലെ കോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. ഈ കൊച്ചടുത്ത് കിടന്നുകൊണ്ട് ഫോൺ അത് നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ യാത്രയിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് വിളിച്ചത്. പിന്നെ നിങ്ങൾ കിടന്നു വിചാരിച്ചു. രാവിലെ വിളിച്ചപ്പോ രാവിലെ കിട്ടിയില്ലല്ലോ, രാവിലെ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എന്താ വേറെ വിശേഷങ്ങള്? വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇപ്പൊ MLA ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, ശശിധരന്റെ. അത് നിലമ്പൂരിന്ന് ഒരു കക്ഷി അയച്ചു തന്ന. എനിക്ക് അങ്ങനെ ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു തന്നു. വേറെ എന്താണ് SP വിശേഷം? എന്നോടൊന്ന് നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ചെയ്യുക, ആ പരാതി ഒന്ന് പിൻവലിച്ചുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അതിനെ പോസിറ്റീവായി അത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ അതെ, MLA അതും ചെയ്ത്. ഞാൻ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് ഉണ്ട്, ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഉറപ്പുള്ള കാര്യമല്ലേ നമ്മളിപ്പോ എന്തായാലും. അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും 25-ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർ ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം. ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. അല്ലാതെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ അതുപോലുള്ള ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ. നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, നാളെ മലപ്പുറത്തേക്ക് ട്രിവാൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു. ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തേക്ക് തീരുമാനം. അതെ അതെ അതെ, വളരെ വഷളാണ് അവസ്ഥയ്ക്കല്ല വഷളായിക്കൊണ്ടുപോയി. ഇനിയിപ്പം കുറെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? അതെ അതെ, സ്റ്റേറ്റ്മെന്റ്. ഞാൻ പിന്നെ ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല, കാരണം ആ മേഖല നമ്മള് സിനിമ മേഖലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അതുകൊണ്ട് അത് വേറൊരു വാർത്തയില്ലല്ലോ, അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല. എപ്പൊ തുറന്നാലും ഇതാണുള്ളത്. പിന്നെ വേറെന്തൊക്കെയാണ് സ്ക്രീൻ? എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ MR അജിത് കുമാറിന്റെ കാര്യങ്ങളാണെന്ന് അറിയേണ്ടത്. MR അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ. അത് ഞാനൊരു ഉദാഹരണം പറയാം. അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ്. കാരണം ഒരു സാധാരണക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ, ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു, സർവീസിൽ വരുന്നു, എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കളക്ടറുടെ വലിയ ഒരു പോപ്പുലർ ആകുന്നു. അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില്. അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അതിൽ നമ്മൾ പേടിയായിരുന്നു. അപ്പൊ അത്രയും സർവശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു
അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ MR അജിത് കുമാർ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ്. അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല SP, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ അല്ല, ഞാനൊന്ന് പറയട്ടെ, SPക്ക് ഇപ്പം അത് അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻ സ്കറിയയുടെ കാര്യത്തിൽ, മറുനാടൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം അയാൾ നടത്തിയത്? പക്ഷെ MLA ഈ കാര്യം ശശി സാറിനൊക്കെ അറിയൂ? എനിക്ക് സംശയമുണ്ട്. ശശി സാറിന് ഇപ്പം അത് അറിയെങ്കിൽ അമ്മാറവിടെ ഇരിക്കൂലല്ലോ, മനസ്സിലായില്ലേ? ഒരിക്കലും ഇരിക്കില്ലല്ലോ. അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട്, ആദ്യത്തെ ഘട്ടത്തിൽ ഇവന് ജാമ്യം കിട്ടാതെ ഒളിവ് പോയ സമയത്ത് MR എന്നോടും കൂടെ പറഞ്ഞതാണ്, MLA ഒന്ന് അന്വേഷിക്കണം, എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം. അതെനിക്കറിയില്ല. അപ്പോൾ അത് എനിക്ക് വന്നൊരു ഡൗട്ട് ഞാൻ SPനോട് പങ്കുവെക്കാം. അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി. നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഒരു വലിയ സംവിധാനം നമ്മളതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട്, കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത്, ഇവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ്, അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അവിടുന്ന് പോലീസ് എത്തിയപ്പോഴേക്ക് അവനും അവിടുന്ന് മുങ്ങി, ഈ സ്പോട്ടിലെത്തിയപ്പോഴേക്കും. അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ പുള്ളി ഡൽഹിയിൽ സീനിയർ വക്കീലിൻ്റെ എൻഗേജ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന സമയത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈവനിങ് 7:30 8:30 ആ വക്കീലിൻ്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു. ആര്? സാജൻ സ്കറിയ. അതൊക്കെ കൃത്യമായ വിവരമാണ്. അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി. ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ സീനിയർ ഓഫീസറോട് അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പോലീസ് അവിടെ പോയി ആ പരിസരത്ത്. പക്ഷേ സാജൻ സ്കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല. അതോടുകൂടിയാണ് എനിക്ക് ഡൗട്ടാവുന്നത്, മനസ്സിലായോ? പിന്നെ അത് നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ MR അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത്. ഡബിള് കളിച്ചത് മാത്രമല്ല, അതിനുള്ള റിവാർഡും വാങ്ങിച്ചു. അതൊരു കണ്ടീഷനിലാണ്. ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടെററിസ്റ്റ് ആക്ടാണ് വരുന്നത്. അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവർ തമ്മിൽ ടൈപ്പ് ആവുന്നത്. നേർക്ക് നേരമല്ല, അതിൻ്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ആരൊക്കെ ഉണ്ട്. അപ്പം ഇയാളെങ്ങനെ സർക്കാരിൻ്റെ ആളാവുന്നത്? എനിക്കത് തോന്നുന്നില്ല. അവരത് മനസ്സിലാക്കണ്ടേ. ഇത്രയും ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലേ അവനിപ്പോഴും. അവനെ MR സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ മനസ്സിലാക്കുന്ന കേട്ടോ, MLA ഭരണ സംവിധാനത്തിൽ നിന്നൊക്കെ പലതരം വിലയിരുത്തലുണ്ടാകും. ഞങ്ങളൊരു ഹോം ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന IPS ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലംകൈയാണ്. ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാം. അല്ല, അങ്ങനെ ഒരു വലങ്കൈയായി നിന്ന് ഈ ഗവൺമെൻറ്റിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോകേണ്ടത്. അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി അയാൾക്കില്ലേ? ശരിയാണല്ലേ, പക്ഷേ ഇത് അവിടെ ഇരിക്കുന്നവരും കൂടെ തോന്നണ്ടേ? അല്ല, അവിടെയാണ് അതിൻ്റെ വിഷയം. അത് ഞാൻ ചോദിക്കുന്നത്, എന്ത് മാജിക്കാണ് ഈ MR അജിത് കുമാറിൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. മാജിക് എന്ന് എനിക്ക് തോന്നുന്നത് ശശി സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശശി സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും പുള്ളി അതിന്റെ അപ്പുറത്തേക്ക് ഒരു അണുകൂടെ വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട്. അതാവാം, അത് തന്നെയാവാം അവരുടെ ഇക്വേഷൻ. എന്തായാലും അയാൾ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ SPക്കും അറിയുന്നുണ്ടാവുമല്ലോ. MLA ഇപ്പൊ അതിനകത്തുനിന്ന് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി. പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി, എങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ്,
ഭാര്യയുടെ ആങ്ങളമാർക്ക്, അത് മാത്രം എന്നല്ലേ. അല്ല, അവർ തന്നെയാണ് ഈ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എസ് പിക്ക് അറിയാലോ, വെറുതെ എന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, ഞാൻ തുറന്നു പറയില്ല, ഞാൻ അതിനെ മറച്ചു വെക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താലേ MLA ക്ക് അറിയാലോ എന്താണ് സംഭവം. ഇപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ, എല്ലാ ബിസിനസ്സുകാരും അയാളുടെ ഫ്രണ്ട് സർക്കിളിലാണ്. അതിനല്ലേ അവനെ അവിടെ SP ആയിട്ട് തിരുത്തി പോർത്തിരിക്കും. ഞാൻ ഈ പൊട്ടൻ ഇങ്ങനെ കല്ലും മണ്ണും പിടിച്ച് നടക്കും, അയാളുടെ ബിസിനസ്സുകാർക്ക് വേണ്ടുള്ളതും ചെയ്തു കൊടുക്കും. മലപ്പുറത്ത് എല്ലാ ഈ പറയുന്ന ലീഗുകാരായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ. പിന്നെ അപ്പൊ അതാണ്. പിന്നെ എങ്ങനെ അയാൾ സർക്കാരിന്റെ ആളാവുന്നത്? അയാൾ സർക്കാർ വിരുദ്ധനല്ലേ SP? MLA സർക്കാരിന് ഹോം ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഈ പോലീസിൽ സത്യത്തിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ ഇടപെടാറില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ അവസാനത്തെ 2 വർഷം തൊട്ടിട്ട് ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞാൽ എൻ്റെ അടുത്തത് പറയണ്ടെന്ന് പറയില്ല. ഞാൻ ആ ഭാഗമേ ഞാൻ ഇടപെടാറില്ല. മനസ്സിലായില്ലേ? SP തന്നെ അറിയില്ല. SP 3 വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയവുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ SP ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പോലീസിൽ തീരെ ഇടപെടാറില്ല. നമ്മൾ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിൽ തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലായി. വെറുതെ നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം, ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ. നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മളെ ഭാഗം വിട്ടതാണ്. ഞാൻ ശശീന്ദ്രന്റെ കാര്യത്തിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് MLA ഇയാളെ മാറ്റാനായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത്? എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ എന്താ പറയാ, ഓരോരുത്തരുടെ ഓരോ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില ഡിസിഷൻ ഉണ്ടാവും. 2 പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. കാരണം ഈ മുമ്പ് ഇവിടെ കളക്ടറായിരുന്ന വസീം ജാഫർ മാലിക് ഇതുപോലെ എന്തോ MLA ആയിട്ട് എന്തൊരു കശപശ ഉണ്ടായി. MLA അടിയന്തരമായിട്ട് അവിടെ ഇവിടെ മാറ്റി. അല്ല, അത് മാറ്റിയത് ഇതേപോലെ തന്നെ ആയിരുന്നു. അത് നമ്മുടെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അതായത് പക്ഷെ ആ ഒരു കളക്ടറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് MLA അവിടുന്ന് മാറ്റി. അതാണ് അതിന്റെ യാതൊരു. അല്ല, അത് ഞാൻ CM-നെ കണ്ട് പറഞ്ഞു ഇന്നതാണ് വിഷയം. CM ആ വിഷയം പഠിച്ചു. ഇതിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. അല്ല, അതിപ്പോൾ എന്താ പറയുക, ഇതിലിപ്പോൾ ഒരുപാട് വലിയ വലിയ ആളുകളില്ലേ, അവരൊക്കെ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട MLA ഈ ആവശ്യത്തിലും ഇടപെടാൻ നിൽക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ജാഫർ മാലിക് ഒരു ഡയറക്റ്റ് IAS ഓഫീസറാണ്. അയാൾ വലിയ പേരും പ്രശസ്തിയുള്ള ആളായിരുന്നു. പക്ഷെ MLA-യോട് അയാള് നേരെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ MLA അയാളെ മാറ്റി. ഇതൊരു ഉണക്ക പ്രൊമോട്ട് ചെയ്യല്ലേ, ഒരു എസ്ഐയായിട്ട് കയറി വന്നവനല്ലേ. അല്ല, അതുപോലെ തന്നെ ഇതിൽ പാർട്ടി ഇടപെടട്ടെ എന്ന്. നമ്മളെ വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ്. ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ മോശമായ അന്ന് ഈ പോലീസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ. പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന്? മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ 24 വട്ടിയും കണ്ട് പിടിച്ചതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എത്രമാത്രം ധിക്കാരി കഴിഞ്ഞാല്? അല്ല, എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾ ധിക്കാരി. ഞങ്ങളെന്ന് പറഞ്ഞാൽ വെറും ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളെ ഭരണകേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ്, അത് നിങ്ങളാണ്. അപ്പൊ ഞങ്ങള് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അല്ല, ഞാനത് പറയില്ല. അത് പാർട്ടി പഠിക്കട്ടെ, പാർട്ടി പഠിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. എൻ്റെ ലൈൻ ഓഫ് എന്താ പറയുക ഈ കാര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നയം അതാണ്. നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി. അല്ല, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ നിങ്ങൾ ഈ പറയുന്ന MR അജിത് കുമാറാണ്. മനസ്സിലായില്ലേ? ഹലോ, അതെ MLA SP. അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, 4 വർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു. അപ്പം അയാൾ മുമ്പ് പാലക്കാട് SP ആയിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട്. അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട്. അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണാണ് ഇരിക്കണേ. ഇപ്പം ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രമോട്ടിയാണ്. തൃശ്ശൂർ പിന്നെ അവിടെ ഇരിക്കുന്ന SP മാർക്കൊന്നും ഒരു റോളും ഇല്ല. അയാളുടെ കയ്യിലാണ് കാര്യങ്ങള്. അപ്പൊ ഈ റേഞ്ച് അടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് 2 പാവകളെ പോലെ അപ്പുറത്ത് 2 പൊട്ടന്മാരെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുള്ള കല്ലും മണ്ണും ഒക്കെ പിടിച്ചിങ്ങനെ നടക്കും. പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും.
ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധിയൊന്നും ആർക്കും വേണ്ടല്ലോ. അതന്നെ, അത് പാർട്ടി മനസ്സിലാക്കട്ടെ, അത് പാർട്ടി മനസ്സിലാക്കട്ടെ. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ? നമ്മൾ പാർട്ടിയില്ല, നമ്മൾ സ്വതന്ത്ര MLA അല്ലേ SP. എന്നാലും പാർട്ടിയുടെ MLA അല്ലേ? അത് 10 വർഷം ഇരിക്കണ MLA അല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും നോട്ടെ, ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ. ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ MR അജിത് കുമാറാണ്. അങ്ങനെ തന്നെ ഇത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക? അവിടെയല്ല ഇതിൻ്റെ വിഷയം. അപ്പം അത് പാർട്ടി ആലോചിക്കട്ടെ, അത്രേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. നമ്മൾ പറയേണ്ട നമ്മൾ എത്ര നമ്മൾ പറഞ്ഞു. ശ്രദ്ധിച്ചോ, ഒരു ലേഡി വന്ന്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് ഈ DCP കൊച്ചി ആയിരിക്കും ഇവന്റെ അടുത്ത് മൊഴി പറഞ്ഞേ, എന്നിട്ട് കേസെടുത്തില്ല. എടുക്കില്ല, അത്ര സത്യസന്ധനല്ലേ, അത്ര സത്യസന്ധ. അപ്പം അത് പക്ഷെ ആരും ഒന്ന് ഇത്രയും വിവാദങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഏതാണ് SP ഒന്ന് പറഞ്ഞ്? കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ല, ഞാനത് കണ്ടില്ല. അതായത് കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, വില്ലനായിട്ട് അഭിനയിക്കുന്നത്, അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു. അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു, ശശിധരന്റെ അടുത്ത്. എന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല. ന്യായം ഇപ്പൊ അയാൾ പറയണത് അവര് മൊഴി തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ വന്നില്ല എന്നാ. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ പരാതി പറയുമ്പോൾ തന്നെ അതന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ? പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം മൊഴിയെടുക്കാൻ. അതിന്ന് വലിയ വിവാദമായിരുന്നു. ഞാനത് കണ്ടില്ല. ആ വീഡിയോ ഒന്ന് വായിച്ചു തരുമോ എനിക്ക്? വീഡിയോ ഒരു മിനിറ്റ് കട്ടിയല്ലേ.